സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് കേരള PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിനിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയേൽ പുരസ്കാരം സംവിധായകൻ ഷാജി N കരുണിന്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതി ഏതാണ്? JC ഡാനിയേൽ പുരസ്കാരമാണ്. JC ഡാനിയേൽ പുരസ്കാരത്തിന് അർഹനായത് ഷാജി N കരുണാണ്. ഷാജി N കരുൺ, സംവിധായകൻ ഷാജി N കരുൺ. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കാണ് 2023 പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പൊ 2023 JC ഡാനിയേൽ പുരസ്കാര ജേതാവ് ആര് എന്ന് ചോദിച്ചാൽ ഷാജി N കരുണാണ്. അടുത്ത ചോദ്യം: ഈ വർഷത്തെ IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഹോങ്കോങ് സംവിധായകയും നടിയുമായ ആൻ ഹുയിക്ക്. ഈ വർഷത്തെ IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹയായത് ആൻ ഹുയിയാണ്. ഹോങ്കോങ് സംവിധായകയും നടിയുമാണ് ആൻ ഹുയി. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റോ സിനിമാ പുരസ്കാരം ഓൾ വി ഇമാജിനാസ് ലൈറ്റിന്റെ സംവിധായിക പായൽ കപാഡിയയ്ക്ക്. അപ്പൊ കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റോ സിനിമ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? പായൽ കപാഡിയയാണ്. പായൽ കപാഡിയ ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ സംവിധായികയാണ്. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റോ സിനിമ പുരസ്കാരം നേടിയ സംവിധായിക പായൽ കപാഡിയ. ഏത് ചിത്രത്തിന്റെ സംവിധായികയാണ് പായൽ കപാഡിയ? ഓൾ വി ഇമാജിനാസ് ലൈറ്റ്. അടുത്തത്: സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ എന്ന ചരിത്രമെഴുതി ഗ്രഷിത ഘൃതു. സംസ്ഥാന ചരിത്രത്തിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ എന്ന ചരിത്രം എഴുതിയ ആരാണ്? ഗ്രഷിത ഘൃതു. രണ്ടാമത് KT കൃഷ്ണവാര്യർ പുരസ്കാരം പ്രൊഫസർ M ലീലാവതിക്ക്. KT കൃഷ്ണവാര്യർ പുരസ്കാരത്തിന് അർഹയായത് പ്രൊഫസർ M ലീലാവതിയാണ്. അപ്പൊ രണ്ടാമത്തെ KT കൃഷ്ണവാര്യർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ M ലീലാവതി. തോപ്പിൽ ബാസി ഫൗണ്ടേഷന്റെ തോപ്പിൽ ബാസി അവാർഡ് പെരുമ്പടവം ശ്രീധരനാണ്. തോപ്പിൽ ബാസി അവാർഡിന് അർഹനായത് ആരാണ്? പെരുമ്പടവം ശ്രീധരൻ. ഇക്കൊല്ലത്തെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ മിഷേൽ ബാച്ലെറ്റ്. ഇക്കൊല്ലത്തെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനത്തിന് അർഹയായത് ആരാണ്? മിഷേൽ ബാച്ലെയാണ്. ചിലിയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു, അതുപോലെ മനുഷ്യാവകാശ പ്രവർത്തകയുമായ മിഷേൽ ബാച്ലെ. 5 ലക്ഷം രൂപയുടെ GD ബിർള അവാർഡ് ഫോർ സയന്റിഫിക് റിസർച്ചിന് പ്രൊഫസർ സുബി ജേക്കബ് ജോർജ് അർഹനായി. 5 ലക്ഷം രൂപയുടെ GD ബിർള അവാർഡ് ഫോർ സയന്റിഫിക് റിസർച്ചിന് അർഹനായത് പ്രൊഫസർ സുബി ജേക്കബ് ജോർജ് ആണ്. കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ കലാനിധി പുരസ്കാരങ്ങൾ കവി പ്രഭാവർമ്മയ്ക്കും രവി മേനോനും. അപ്പൊ കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ കലാനിധി പുരസ്കാരത്തിന് അർഹരായവര് ആരൊക്കെയാണ്? പ്രഭാവർമ്മ, അതുപോലെ രവി മേനോൻ എന്നിവർക്കാണ്. സിസ്റ്റർ ബെനീഞ്ഞ സാംസ്കാരിക സമിതിയുടെ ബെനീഞ്ഞ പുരസ്കാരം പെരുമ്പടവം ശ്രീധരന്. ബെനീഞ്ഞ പുരസ്കാരത്തിന് അർഹനായത് പെരുമ്പടവം ശ്രീധരൻ.
അടുത്തത് ഇന്ത്യയുടെ ദൊമ്മരാജു ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻ. ലോക ചെസ് ചാമ്പ്യൻ ആരാണ്? ദൊമ്മരാജു ഗുഗേഷ് ആണ് ലോക ചെസ് ചാമ്പ്യൻ. ചെസ് ലോക ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആര് എന്ന് ചോദിച്ചാൽ ഗുഗേഷ് ആണ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരവും ഗുഗേഷ് ആണ്. ഇന്ത്യയുടെ ദൊമ്മരാജു ഗുഗേഷ് ആണ് ലോക ചെസ് ചാമ്പ്യൻ. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ഗുഗേഷ് ആണ്. അതുപോലെ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യൻ ആകുന്ന ആദ്യ ഇന്ത്യൻ താരവും ഗുഗേഷ് ആണ്. ഗുഗേഷ്, ദൊമ്മരാജു ഗുഗേഷ്. ചെറുതുരുത്തി കഥകളി സ്കൂളിന്റെ പി കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ചൻ പുരസ്കാരം MPS നമ്പൂതിരിക്കും MP സുരേന്ദ്രനും. ആർക്കൊക്കെയാണ്? MPS നമ്പൂതിരി, MP സുരേന്ദ്രൻ എന്നിവർക്ക്. ചെറുതുരുത്തി കഥകളി സ്കൂളിന്റെ പി കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ചൻ പുരസ്കാരത്തിന് അർഹരായത് MPS നമ്പൂതിരി, MP സുരേന്ദ്രൻ. മലയാളിയായ സഹ്റു നുസൈബ കണ്ണനാരിയുടെ ക്രോണിക്കൽ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന ഇംഗ്ലീഷ് നോവലിന് ഈ വർഷത്തെ ക്രോസ്വേഡ് അവാർഡ്. ഈ വർഷത്തെ ക്രോസ്വേഡ് അവാർഡിന് അർഹമായത് ഏതാണ്? ക്രോണിക്കൽ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ്. ക്രോണിക്കൽ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന ഇംഗ്ലീഷ് നോവലിനാണ് ഈ വർഷത്തെ ക്രോസ്വേഡ് അവാർഡ് ലഭിച്ചത്. മലയാളിയായ സഹ്റു നുസൈബ കണ്ണനാരിയുടെ ക്രോണിക്കൽ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന ഇംഗ്ലീഷ് നോവലിന് ഈ വർഷത്തെ ക്രോസ്വേഡ് അവാർഡ് പുരസ്കാരം ലഭിച്ചത്. പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാവ് ഘോഷ്, മലയാളികളായ ഇംഗ്ലീഷ് എഴുത്തുകാർ രാധാകൃഷ്ണൻ പിള്ള, ജയശ്രീ കളത്തിൽ, സന്ധ്യ മേരി എന്നിവർക്കും പുരസ്കാരങ്ങളുണ്ട്. ആർക്കൊക്കെയാണ്? അമിതാവ് ഘോഷ്, അതുപോലെ മലയാളികളായ എഴുത്തുകാർ രാധാകൃഷ്ണൻ പിള്ള, ജയശ്രീ കളത്തിൽ, സന്ധ്യ മേരി. ഒഡീഷയിലെ ഭരതമുനി ഫൗണ്ടേഷൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ ഭരതമുനി ദേശീയ പുരസ്കാരം സൂര്യകൃഷ്ണമൂർത്തിക്ക്. ഭരതമുനി ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? സൂര്യകൃഷ്ണമൂർത്തിയാണ്. സൂര്യകൃഷ്ണമൂർത്തി. 2034 ലോകകപ്പ് ഫുട്ബോളിന് സൗദി അറേബ്യ വേദിയാകും. 2034 ലോകകപ്പ് ഫുട്ബോളിന് വേദിയാക്കുന്നത് സൗദി അറേബ്യ. 2020 ക്രിക്കറ്റിൽ 28 പന്തിൽ സെഞ്ചുറി തികച്ച ഇന്ത്യക്കാരന്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഉർവിൽ പട്ടേലും അഭിഷേക് ശർമ്മയും. ആരൊക്കെയാണ്? ഉർവിൽ പട്ടേൽ, അഭിഷേക് ശർമ്മ. ടെസ്റ്റ് ക്രിക്കറ്റിൽ രാജ്യത്തിനായി 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കി ന്യൂസിലാൻഡിന്റെ കെയ്ൻ വില്യംസൺ. സയ്യിദ് മോദി ബാഡ്മിന്റൺ സൂപ്പർ സീരീസ് ടൂർണമെന്റിൽ കിരീടം ചൂടി ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും ലക്ഷ്യ സെന്നും. വനിതാ ഡബിൾസിൽ മലയാളി താരം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ചേർന്ന സഖ്യം ജേതാക്കളായി. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ്. സയ്യിദ് മോദി ബാഡ്മിന്റൺ സൂപ്പർ സീരീസ് ടൂർണമെന്റിൽ കിരീടം ചൂടിയത് ആരൊക്കെയാണ്? ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും ലക്ഷ്യ സെന്നുമാണ്. വനിതാ ഡബിൾസിലെ മലയാളി താരം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ചേർന്ന സഖ്യം ജേതാക്കൾ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷനായി ഇന്ത്യയുടെ ജയ് ഷാ ചുമതലയേറ്റു. ജയ് ഷാ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റത് ആരാണ്? ഇന്ത്യയുടെ ജയ് ഷാ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റിൽ സിക്കിമിനെതിരെ 20 ഓവറിൽ 349 റൺസ് നേടി ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച് റെക്കോർഡിട്ട് ബറോഡ ടീം. ഗാംബിയക്കെതിരെ സിംബാബ്വെ 20 ഓവറിൽ 344 റൺസ് എടുത്ത റെക്കോർഡ് പഴങ്കഥയായി. ഈ വർഷത്തെ മികച്ച വനിതാ ടെന്നീസ് താരമായി ബെലറൂസിന്റെ ആര്യാന സബലെങ്ക തിരഞ്ഞെടുക്കപ്പെട്ടു.
ആര്യാന സബലേങ്ക. ഈ വർഷത്തെ മികച്ച വനിതാ ടെന്നീസ് താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്യാന സബലേങ്ക. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ മലയാളി താരം നിഹാൽ സരീന് കിരീടം. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ കിരീടം നേടിയതാരാണ്? മലയാളി താരം നിഹാൽ സരീനാണ്. മലയാളി താരം നിഹാൽ സരീൻ. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറായിട്ട് നിയമിതനായത് സഞ്ജയ് മൽഹോത്രയാണ്. 26ാമത് ഗവർണറാണ്. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നവിസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റത് ദേവേന്ദ്ര ഫഡ്നവിസ് ആണ്. ദേവേന്ദ്ര ഫഡ്നവിസ്. ജാരദ് ഐസക്മാനെ നാസയുടെ പുതിയ മേധാവിയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തു. ജാരദ് ഐസക്മാൻ. മുഹമ്മദ് അൽ ബഷീറിനെ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചു. മുഹമ്മദ് അൽ ബഷീറിനെ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് നിയമിച്ചു. കാലാവസ്ഥ പ്രവചനം മെച്ചപ്പെടുത്തുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് മിഷൻ മൗസം. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് മിഷൻ മൗസം. ചെന്നൈയിലും പുതുച്ചേരിയിലും ദുരന്തം വിതച്ച ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. ചെന്നൈയിലും പുതുച്ചേരിയിലും ദുരന്തം വിതച്ച ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റാണ്. 2 വ്യത്യസ്ത പേടകങ്ങൾ 2 തവണയായി വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സ്പെയ്ഡെക്സ് സാങ്കേതികവിദ്യ പരീക്ഷിക്കാൻ സജ്ജമായി ഇന്ത്യ. സാങ്കേതികവിദ്യയുടെ പേര് സ്പെയ്ഡെക്സ്. 2 വ്യത്യസ്ത പേടകങ്ങൾ 2 തവണയായിട്ട് വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയാണ് സ്പെയ്ഡെക്സ്. ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമായ പ്രോബ 3 വിക്ഷേപണം വിജയകരം. പ്രോബ 3 പ്രധാനപ്പെട്ട പോയിന്റാണ്. ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യം പ്രോബ 3 വിക്ഷേപണം വിജയകരം. സൂര്യന്റെ ഏറ്റവും ചൂടേറിയതും പുറമേയുമുള്ള പ്രഭാവലയമായ കൊറോണ പാളിയെ പറ്റിയുള്ള പഠനം ലക്ഷ്യമിടുന്നതാണ് പ്രോബ 3 ദൗത്യം. അപ്പം ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമാണ് പ്രോബ 3 എന്നത്. പ്രോബ 3യുടെ ദൗത്യം എന്താണ്? സൂര്യന്റെ ഏറ്റവും ചൂടേറിയതും പുറമേയുമുള്ള പ്രഭാവലയമായ കൊറോണ പാളിയെ പറ്റിയുള്ള പഠനം ലക്ഷ്യമിടുന്നത് പ്രോബ 3. നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലായ INS തുശീൽ കമ്മീഷൻ ചെയ്തു. INS തുശീൽ. ബർഗ എന്നു പേരുള്ള കമിക്കാസി ഇനത്തിൽപ്പെട്ട അത്യാധുനിക ചാവേർ ഡ്രോൺ വികസിപ്പിച്ച് ഇന്ത്യൻ സൈന്യം. പേര് ഗർഗ. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പാണ് വില്ലോ. ചിപ്പിന്റെ പേര് വില്ലോ. വികസിപ്പിച്ചത് ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പാണ് വില്ലോ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം. ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹനായത് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലാണ്. 13ാം ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം നിവേദിത ബാനർജി സംവിധാനം ചെയ്ത ഇന്ത്യൻ ചിത്രമായ ദ കുംബയ സ്റ്റോറി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ടൈം മാസിക 2024 പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തു. 2024 പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് ടൈം മാസിക തെരഞ്ഞെടുത്തത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ്.
ഏറ്റവും നൂതനമായ നിർമ്മിത ബുദ്ധി മാതൃക ജെമിനി 2.0 പുറത്തിറക്കി ഗൂഗിൾ. ജെമിനി 2.0 പുറത്തിറക്കി ഗൂഗിൾ. കർണാടക മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിയുമായിരുന്ന എസ്.എം. കൃഷ്ണ അന്തരിച്ചു. നിരൂപകനും ചരിത്ര പണ്ഡിതനും അധ്യാപകനുമായിരുന്ന ചെമ്പുക്കാവ് പ്രൊഫസർ M.R. ചന്ദ്രശേഖരൻ അന്തരിച്ചു. ചെമ്പുക്കാവ് പ്രൊഫസർ M.R. ചന്ദ്രശേഖരൻ നിരൂപകൻ, ചരിത്ര പണ്ഡിതൻ, അധ്യാപകൻ എന്നീ മേഖലകളിൽ പ്രശസ്തൻ. പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി M.D.R. രാമചന്ദ്രൻ അന്തരിച്ചു. M.D.R. രാമചന്ദ്രൻ പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി. ഇത്രയും പോയിന്റ്സ് ആണ് ഈ പ്രാവശ്യത്തെ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ തന്നിരിക്കുന്നത്. മുഴുവൻ പോയിന്റ്സും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. എക്സാം ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്